നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രി കെ രാജനും പി ബാലചന്ദ്രൻ MLA. ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് CI ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരത്തിന്റെ 500ാം ദിവസം ചക്രസ്തംഭന സമരവും സായാഹ്ന ധർണയും നടത്തി. വൈകിട്ട് 20 മിനിറ്റോളം ഇതുവഴി വന്ന വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞു. CPI പുത്തഞ്ചിറ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക റാലി സംഘടിപ്പിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രി കെ രാജനും പി ബാലചന്ദ്രൻ MLA. ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സർക്കാരുമായി അന്വേഷണം നടത്തുകയും സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ അവിടുത്തെ ഉന്നതരുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നതായും മന്ത്രി പറഞ്ഞു. കേവലം മതപ്രചരണം മാത്രമല്ലാതെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായ ഒരു വികാരിയെയാണ് ഇങ്ങനെ ആക്രമണത്തിന് ഇരയാക്കിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. തങ്ങളെല്ലാം ഒപ്പമുണ്ടെന്ന് MLAയും മന്ത്രിയും വൈദികനോട് പറഞ്ഞു. ആവശ്യമെങ്കിൽ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് നേരിട്ടെത്താൻ തങ്ങൾ തയ്യാറാണെന്നും മന്ത്രി വൈദികനെ അറിയിച്ചു. ദൈവത്തിന്റെ അനുഗ്രഹവും പ്രാർത്ഥനകളും കൊണ്ട് യാതൊരു പ്രയാസവും ഇല്ലെന്നും എല്ലാവരുടെയും പിന്തുണ കരുത്തു പകരുന്നു എന്നും വൈദികൻ മറുപടി പറഞ്ഞതായും മന്ത്രി സൂചിപ്പിച്ചു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ ഫാദർ തന്നെ ഇപ്പോൾ നമ്മുടെ വികാരി ജനറലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ ആ പ്രവർത്തനങ്ങളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവര് പണിത മണ്ഡലയിലെ പള്ളി നേരത്തെ പൊളിച്ച അനുഭവമുണ്ട്. ഈ അച്ഛൻ നേതൃത്വം നൽകുമ്പോൾ ഈ ബഹുമാന്യനായിട്ടുള്ള ഫാദർ അവിടെ വികാരിയായിരിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി മണ്ഡലയിൽ പണിത പള്ളി തന്നെ പൊളിച്ചുപോയ അനുഭവം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും കുലുങ്ങിയിട്ടില്ല. കാരണം ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ഡേവിസ് ജോർജ് അച്ഛൻ ശ്രമിച്ചൊരു കാര്യം കേവലം മതപ്രചരണം മാത്രമല്ല, അവിടെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പം അതൊന്നും പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യമെങ്കിൽ വരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. സന്തോഷപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി, ദൈവത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളത് കൊണ്ടൊരു പ്രയാസവും ഇല്ല, നിങ്ങളുടെ പിന്തുണ കൂടുതൽ കരുത്ത് പകരാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് പിന്തുണയാകുന്നു എന്നുള്ളതാണ്. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് CI ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരത്തിന്റെ 500ാം ദിവസം ചക്രസ്തംഭന സമരവും സായാഹ്ന ധർണയും നടത്തി. വൈകിട്ട് 20 മിനിറ്റോളം ഇതുവഴി വന്ന വാഹനങ്ങൾ കർമ്മസമിതി പ്രവർത്തകർ തടഞ്ഞു. ബൈപ്പാസ് 6 വരി പാതയായി ഉയർത്തുമ്പോൾ നിലവിലെ CI ഓഫീസ് ജംഗ്ഷൻ പൂർണ്ണമായി അടയ്ക്കുന്നതോടെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള ജനങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്ന നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ 2 കിലോമീറ്ററോളം ചുറ്റി വളയണം. ബൈപ്പാസ് വന്നപ്പോൾ ഇത്തരം പ്രശ്നം ഉയരുകയും ഹൈവേ കർമ്മസമിതി വർഷങ്ങളോളം സമരം നടത്തുകയും ചെയ്തു. ഒടുവിൽ ഇവിടെ സിഗ്നൽ ജംഗ്ഷൻ സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. എന്നാൽ 6 വരി പാത നിലവിൽ വരുന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായി അടയ്ക്കാനാണ് തീരുമാനം. ഇതിനുള്ള നീക്കങ്ങൾ പലതവണ നടന്നെങ്കിലും കർമ്മസമിതി തടഞ്ഞതുമൂലം ഇതുവരെ നടന്നിട്ടില്ല. ഈ ഭാഗത്ത് അടിപ്പാത നിർമ്മിച്ച് ജനങ്ങൾക്ക് അപകടരഹിതമായ ഗതാഗത സംവിധാനം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് 500 ദിവസമായി കർമ്മസമിതി സമരം നടത്തുന്നത്. ധർണയിൽ RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ TK ഗീത, അഡ്വക്കേറ്റ് KK അൻസാർ, സഭാകക്ഷി നേതാക്കളായ KR ജയത്രൻ, CC വിപിൻ ചന്ദ്രൻ, PV രമണൻ, KA രമേശൻ, അഡ്വക്കേറ്റ് TT അരുൺ മേനോൻ, P രാമൻകുട്ടി, VS ബോബൻ, ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ, KC ജയൻ, PG നൈജി, TS ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ 500 ദിവസം സമരത്തിൽ പങ്കെടുത്ത 26 സമര പോരാളികളെ ആദരിച്ചു. മുഖ്യ ദിവസങ്ങളിലും ഞാൻ പല കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇവിടെ സമരം ചെയ്യുന്നത് കാണാം. എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന സമയമാണെങ്കിൽ ഞാൻ ഇറങ്ങി സംസാരിച്ചിട്ടാണ് പോവാറ്. എങ്കിൽ തന്നെയും ഭരിക്കുന്ന
ഈ കാര്യത്തിൽ ഇവിടെ എലിവേറ്റഡ് ഹൈവേ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ആ ഭരണ തലപ്പത്തിരിക്കുന്നവർ തീരുമാനിച്ചെങ്കിൽ മാത്രം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു എലിവേറ്റഡ് ഹൈവേ ഇവിടെ അനുവദിച്ച് കിട്ടുകയുള്ളൂ. നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ സമരം ചെയ്തുകൊണ്ട് ഭരിക്കുന്ന ആ ഭരണതലപ്പത്തുള്ള അവരുടെ തീരുമാനം ഇവിടെ എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചു തരണം എന്നുള്ള ആ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് സമരം ചെയ്തിരുന്നത്. വാഗസ് കരൂപ്പടന്ന ഒരുക്കുന്ന കാസ്കോ കപ്പിന് വേണ്ടിയുള്ള പടിയത്ത് പുത്തക്കാട്ടിൽ ഇബ്രാഹിംകുട്ടി മെമ്മോറിയൽ അഖിലേന്ത്യാ ഫുട്ബോൾ മേളയ്ക്ക് കരൂപ്പടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ അയൂബ് കരൂപ്പടന്ന അധ്യക്ഷത വഹിച്ചു. പ്രമുഖ ഡാൻസറും സിനിമാ താരവുമായ ഉത്തര ഉണ്ണി, UAE പ്രമുഖ ട്രേഡിംഗ് കമ്പനിയായ ഫൈൻ ടൂൾസ് ഡയറക്ടർ VK അബ്ദുൽ ഗഫൂർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മെൽബ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ അസീസ് ഹാജി, പടിയത്ത് പുത്തൻകാട്ടിൽ അബ്ദുൽ ഗഫൂർ ഹാജി, പഞ്ചായത്ത് അംഗങ്ങളായ MH ബഷീർ, KA സദക്കത്തുള്ള, മോഹനൻ, രക്ഷാധികാരി ഫസൽ പുത്തൻകാട്ടിൽ, PTA പ്രസിഡന്റ് ഉമർ ഫാറൂഖ്, അയൂബ് കരൂപ്പടന്ന, ക്ലബ് പ്രസിഡന്റ് VA അഷ്റഫ്, സെക്രട്ടറി KM ഷമീർ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ മനോജ് അന്നിക്കര, ചീഫ് കോർഡിനേറ്റർ ഫഹദ് പുളിക്കൻ, SFA പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. CPI പുത്തഞ്ചിറ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് മാണിയങ്കാവിൽ നിന്ന് 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ പുത്തഞ്ചിറ ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക് കലാ സാംസ്കാരിക റാലി സംഘടിപ്പിച്ചു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. നാടൊരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അടിസ്ഥാനപരമായി മണ്ണിൽ അറിവിനും അവകാശത്തിനും വേണ്ടി സമരം നടത്തുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വികാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അരിവാൾ ധാന്യക്കതിരടയാളത്തിൽ മത്സരിച്ച 60 MLA-മാരും CPIയുടെ സ്വതന്ത്രന്മാരായി മത്സരിച്ച 5 പേരും ചേർന്ന് 65 പേരടങ്ങുന്ന ഭൂരിപക്ഷമുള്ള MLA-മാർ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ CPI നിർദ്ദേശിച്ച 9 മന്ത്രിമാരെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു മന്ത്രിസഭയ്ക്ക് രൂപം നൽകി 68 വർഷം പൂർത്തീകരിക്കുന്ന ദിവസം. ഈ 2 പ്രത്യേകതകൾ മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി നേടിയെടുത്ത സ്വാതന്ത്ര്യം. KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, TN വേണു, KV സുജിത്ലാൽ, CN പ്രദീപ് കുമാർ, UV വാസുദേവൻ, സിദ്ദിഖ് തോട്ടുങ്ങൽ എന്നിവർ സംസാരിച്ചു. KPMS സംസ്ഥാന സമ്മേളനവും PK ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമവും ഏപ്രിൽ 25, 26, 27 ദിവസങ്ങളിൽ നടത്തുന്നതിന്റെ ഭാഗമായി KPMS പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയിൽ KK വിജയൻ പതാക ഉയർത്തി. ശാഖാ പ്രസിഡന്റ് CV ബൈജു അധ്യക്ഷത വഹിച്ചു. UD സജീവൻ, MK കുമാരൻ, PC ബാബു, ഏരിയ യൂണിയൻ ഖജാൻജി വിശ്വനാഥൻ, UV മഹേഷ്, മോഹൻ, കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. അന്നമനട കല്ലൂർ വടക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് കാഴ്ചശീവേലി, ദീപാരാധന, പൂമൂടൽ, ദീപക്കാഴ്ച, ഗുരുതിപൂജ എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ട മലയാളി വൈദികൻ ഡേവിസ് ജോർജിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് മന്ത്രി K രാജനും P ബാലചന്ദ്രൻ MLA. ഇരുവരും വീഡിയോ കോൾ വഴി വൈദികനുമായി സംസാരിച്ചു. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് CI ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി നടത്തുന്ന സമരത്തിന്റെ 500ാം ദിവസം ചക്രസ്തംഭന സമരവും സായാഹ്ന ധർണയും നടത്തി. വൈകിട്ട് 20 മിനിറ്റോളം ഇതുവഴി വന്ന വാഹനങ്ങൾ പ്രവർത്തകർ തടഞ്ഞു.
CPI പുത്തുഞ്ഞിറ ലോക്കൽ സമ്മേളനത്തോടനുബന്ധിച്ച് കലാ സാംസ്കാരിക റാലി സംഘടിപ്പിച്ചു. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.